എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഞാനും യാരും ഇതാ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ യാരുന് കുളിക്കണം എന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ യാരുന് കൊടുക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ അത് കൂടാതെ ഇന്നൊരു ചെറിയൊരു ഫങ്ഷനും ഉണ്ട്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. യാരെ കുറേ കാലത്തിന് ശേഷം അരിമമ്മിനെയും അരിപ്പപ്പനെയും അവിടെയുള്ള എല്ലാവരും കാണാൻ വേണ്ടി പോകണം. രാവിലെ എണീച്ചതിനുള്ള കലിപ്പാണ് തോന്നുന്നത്. യാരു കുടിക്കണ്ടേ നമുക്ക്? കുടിക്കണ്ടേന്ന് ചോദിച്ചാൽ മാത്രമേ ഞങ്ങൾ ചിരിക്കുള്ളൂ കേട്ടോ. അതേസമയം നമ്മളെ വീടൊക്കെ നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടോ. നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ലവ് യു ഗൈസ്. അതേസമയം നമ്മൾ യാരു ബേബിനെ കുളിപ്പിക്കാൻ വേണ്ടി പോകണം. കലിപ്പിലാണല്ലേ മോളെ. യാരു എന്തിനാ കലിപ്പിട്ടിക്കണം അമ്മനോട്? നമ്മൾ കുളിക്കാൻ പോയിട്ട് യാരു അത് കഴിഞ്ഞ് നമുക്ക് കുടിക്കണ്ടേ? ആ കുടി പറഞ്ഞാ മാത്രമാണ് ഒരു ചിരി മുഖത്ത് കാണുക. യാരുവേ, ഈ ഹിമാലയന്റെ ഷാമ്പു ആണ് ഞാൻ തലേന്ന് വെക്കല്. അതുപോലെ നമ്മളെ സെബാവന്റെ സോപ്പാണ് ഞാൻ യാരും യൂസ് ചെയ്യല്. പിന്നെ ഞാൻ യാരനെ കുളിപ്പിക്കൽ പച്ചവെള്ളത്തിലാണ്. ചില ആൾക്കാർ പറയും എന്തിനാ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കണേ, കുട്ടിയല്ലേ ചുടുവെള്ളത്തിൽ കുളിപ്പിച്ചൂടെ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, പച്ചവെള്ളത്തിൽ കുളിപ്പിച്ച് കുട്ടിനെ നമുക്ക് എന്ത് ട്രാവൽ ചെയ്യുമ്പോൾ എവിടുന്നായാലും നമുക്കിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കണം, അതുപോലെ കടലിൽ ഇറക്കണം. അങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടികൾ അതിനോട് അഡാപ്റ്റ് ആവും. ഈ ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച് ശീലിച്ച കുട്ടികൾ പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങൂല, ഓല് കരഞ്ഞോണ്ടിരിക്കും. കാരണം ഓല കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് ശീലിപ്പിച്ചതാണ് ഓല് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യാരനെ പച്ചവെള്ളത്തിലാണ് കുളിപ്പിക്കല്. ഓക്ക് ചുടുവെള്ളമായാലും പ്രശ്നമില്ല, പച്ചവെള്ളമായാലും പ്രശ്നമില്ല. അപ്പൊ എന്താ, രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്കിപ്പോ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഹീറ്ററിൽ ചുടുവെള്ളത്തിൽ കുളിപ്പിക്കാം. ഇപ്പൊ സാധാ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാം. അപ്പൊ ഞാൻ അതാണ് ശീലിപ്പിക്കല്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ കുട്ടികൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും. ആരിതാ കുളിച്ചിവിടെ ശുണ്ടിനായി മോക്ക് വെച്ചിരിക്കുകയാണ്. നല്ല പച്ച കളർ, പിസ്റ്റപ്പച്ച കളർ ഉടുപ്പിട്ട് യാരോ കുടിക്കണ്ടേ? അപ്പൊ ഇതാ ഇനി ഓൾക്ക് കുറച്ച് മിൽക്ക് ബ്രേക്കിന് ശേഷം ഓളെ ഫുഡ് ചെയ്യാൻ തുടങ്ങണാണ്. മമ്മന്റെ യാരക്കുട്ടി, മമ്മന്റെ ഷെല്ലക്കുട്ടി എവിടെയാ? അപ്പൊ നമ്മളിവിടെ ചപ്പാത്തി കരിഞ്ഞിട്ട് സെറ്റ്. അപ്പോൾ ഇവിടെ ചപ്പാത്തിയൊക്കെ ചുട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്നിവിടെ ചിക്കൻ ബിരിയാണിയാണ്. പക്ഷെ നമ്മൾക്ക് ആവശ്യമില്ല, ബിക്കോസ് നമ്മൾക്ക് ഇന്ന് പരിപാടി ഉണ്ട് ഗൈസ്. ഇനി ഫസ്കാക്കൻ്റെ ഒരു മൊരട്ട് സ്വഭാവം തുടങ്ങും. എന്താ വെച്ചാൽ പരിപാടിയൊക്കെ ഉള്ള ദിവസേ ഒടുക്ക് വരില്ല. ഇന്ന് ഞാൻ ഫസ്കാക്കനെ ഒടുക്കത്തെ സോപ്പിടലായിരിക്കും. എങ്ങനെയെങ്കിലും അവിടെ വരെ എത്തിക്കണമല്ലോ. അവിടെ വരെ എത്തിച്ചാൽ പിന്നെ എൻ്റെ തനി കുടം പുറത്തു വരും. അതങ്ങനെയാണല്ലോ. ഇന്ന് രാവിലെ മുതലേ ഫസ്കാക്കനോട്, ഫസിക്കാക്ക എവിടെ? ഫസ്കാക്കൻ്റെ പേഴ്സ് മുകളിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആർക്കറിയാം, പോയി നോക്ക് അത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഫസ്കാക്കക്ക് പിന്നെ മടക്കിയ പത്തിരി മാത്രമേ പറ്റുള്ളൂ. എന്താ ചെയ്യ, എണ്ണട്ട് ചുട്ട പത്തിരി. അപ്പൊ ദാ മടക്കിയ പത്തിരിന്റെ ആള് വന്നിണ്. മോനെ, വയസ്സാം കാലത്ത് മടക്കിയ പത്തിരി എണ്ണട്ടൊക്കെ വന്നാല് കൊലച്ചോള് വരും. എനിക്കറിയില്ലേ, എന്നിട്ട് ഉമ്മനോട് പറയും എനിക്ക് മടക്കിയ പത്തിരി വേണേ, അല്ലെങ്കിൽ ഞാൻ തിന്നില്ല, ഉണക്കപ്പത്തിരി നിങ്ങൾ തിന്നാ മതി. രാവിലെ ഓടാൻ വേണ്ടി പോട്ടോ ബീച്ചിലേക്ക്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ വിരിയണ പുഷ്പാണ്. എന്നിട്ട് അപ്പുറത്തുള്ള വീടിൽ നല്ല എണ്ണക്കടി അല്ലെങ്കിൽ കടുക്ക ബസാറിൽ പോയിട്ട് കടുക്ക ഇതൊക്കെ തിന്നൊരു എന്തിനാണ്ട് ഓടാൻ പോണ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എന്നാ ഭാര്യനോടൊന്ന് തിന്നുണ്ടോ വായിക്കുക, അതൊന്നും പറയൂല. ഞാനൊന്നും തിന്നിട്ടില്ല മോനെ. ഞാൻ യാരൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് അവഗാഡോന്റെ ഒരു സ്മാഷ്ഡ് അവഗാഡോ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒന്ന് വന്ന് ഷൂട്ട് ചെയ്ത് തരാവോ? എന്നാ കമോൺ കൂടുവാ, ഫോൺ പിടിക്ക്. അപ്പൊ നമ്മളെ ക്യാമറമാൻ ഫലക്കിനൊപ്പം ഇവിടെ എടുത്തേക്കോ. അതാ നമ്മളിതാ അവഗാഡോ പൊട്ടിക്കാണ്. അവഗാഡോ എടുക്കുന്ന സമയത്ത് ഫ്രഷ് അവഗാഡോ നോക്കി എടുക്കാൻ ഒരു സ്കില്ല് വേണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇത് ഫ്രഷ് അവഗാഡോ ആണ്. ബിക്കോസ്
ഇത് സെലക്ട് ചെയ്തത് ഞാനാണ് കണ്ടോ. അപ്പൊ കണ്ടോ, ഇത് ഞാനാണ് സെലക്ട് ചെയ്തത്. കണ്ടോ, ഫ്രഷ് അവകാഡോ. ഇത് നോക്കിയെടുക്കണമെങ്കിൽ ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫസിക്കാർക്ക് 0 സ്കില്ലാണ് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണേ. ഐ ആം സ്കിൽഫുൾ ബിക്കോസ് കണ്ടോ. അപ്പൊ ഇതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഞാൻ യാരക്ക് കൊടുക്കാൻ വേണ്ടി പോവാം. ഞാനിത് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. ഞാൻ വിചാരിച്ച് സാധാ അവകാഡോ എടുത്തു. ഇതേതോ മറ്റേ വിദേശി അവകാഡോ ആണ്. ഇത് 4-5 എടുത്ത് 400 റുപ്യ, 490 റുപ്യ, 500 റുപ്യക്ക് ഓരോന്നിനും 100 എത്രയോ റുപ്യക്കാണ് ഞാൻ ഇത് വാങ്ങി. അവകാഡോ അങ്ങനെ നല്ല റൗണ്ട് ഐസ്ക്രീം പോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ യാരക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നല്ല ഹെൽത്തി സാധനമാണ് കേട്ടോ അവകാഡോ. ക്യാമറമാൻ എന്നെ കാണുന്നുണ്ടോ? ഓ ഭാഗ്യം. അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അവകാഡോയുടെ ടേസ്റ്റ്. എനിക്കിത് വലിയ ഇഷ്ടമില്ല. ഓ, നീ ടേസ്റ്റ് ചെയ്യണോ? അല്ലേ, എനിക്കിത് ഇഷ്ടപ്പെടില്ല. നീ എഴുതി ഒപ്പിട്ടില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടായില്ല അല്ലേ? ഇഷ്ടായോ? എന്നാ വാ ഇത് ചപ്പാത്തി തിന്നേ. വെയിറ്റിംഗ് ഫോർ പാൽ ചായ, റൈറ്റ്? പറയാ പാൽ ചായ ഇല്ലാതെ നോക്കിട്ട് ഇറങ്ങൂലേ. ഇന്ത്യയുടെ ചായ കുടിക്കണേ. അപ്പൊ പപ്പിയും മോളും ഇവിടെ ഉലാത്താണ്. അപ്പൊ ഞാൻ യാരുവിന് വേണ്ടി ഇതാ പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് അവഗാഡോ സ്മാഷ്ഡ് അവഗാഡോ. അവഗാഡോ ഇതിന് 490 റുപ്യാണ്. ഷേക്ക് നിന്റെ ഷേക്ക് അല്ല, എന്റെ കുട്ടിക്ക് കൊടുക്കട്ടെ. ഞാൻ ടെസ്റ്റ് ചെയ്യാം. മോനെ ഇത് എനിക്കല്ല, ഞാൻ കുട്ടിക്കാണ്. പെണ്ണുങ്ങളെ നമ്മള് സാധാരണ പെണ്ണുകുട്ടികളെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാറില്ല. തലയിൽ മുട്ടയുണ്ട്, പിന്നെ വലിയ മാച്ചിങ് അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും കമന്റ് ചെയ്യാ. ആരൊക്കെ ഇങ്ങനത്തെ ഗേൾ ആക്സസറീസ് ചേരുന്നുണ്ടോന്ന് അല്ലേ? അപ്പൊ ഫസ്കൊക്കെ ഒന്ന് പിടിച്ച ക്യാമറ. പിന്നെ നമ്മളെ ഫലക് ദീദി ഉണ്ട് ഇവിടെ. ഫലക് ദീദിയാണ് എനിക്ക് ഇതൊക്കെ ക്യാമറ എടുത്ത് തന്നെ കൈയൊക്കെ വെച്ച് നേരത്തെ. ശരി. ഫലക് ദീദി ചില സമയത്ത് ഭയങ്കര ചെയ്യാറുണ്ട്, ചില സമയത്ത് പൂശിക്കാളും. അല്ലെ ശിവ? യാരും പൂശലുണ്ട് കുറച്ചില്ലേ, അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ പൂശി യാര അല്ലെ, മോത്തൊക്കെ ഒന്ന് കൊടുക്കും. ഇങ്ങനത്തെ ഔട്ടനെ ഇതാണ് നമ്മള് ഫലക്കിന്റെ കാറ് നമ്മള് വാങ്ങിട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാ. അല്ലെ ശിവ? കാർ എടുക്കട്ടെ? ഫലക്ക കാർ എടുക്കട്ടെ? ഞാൻ എന്റെ പപ്പന്റെ കാർ ചവിട്ടട്ടെ? ചവിട്ടി ചവിട്ടി ചവിട്ടി. ഫലക്ക എന്റെ കാർ ചവിട്ടി. ഞങ്ങൾ സേഫ് ആക്കി എന്റെ പപ്പന്റെ കാർ നമ്മൾ ചവിട്ടാണ്. ഓൾക്ക് എന്ത് ഓളെന്താ നോക്കിക്കണ? എന്റെ പപ്പന്റെ കാർ ചവിട്ടട്ടെന്ന്. ഇവിടൊക്കെ ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ചിട്ടോ. വീട്ടൊക്കെ ഫുള്ള് പെയിന്റ് അടിച്ചു. കംപ്ലൈന്റ് തീർന്നില്ലേ? പെയിന്റ് അടിച്ചില്ലാന്ന്. നല്ല ഹെൽത്തി സാധനാണ്. ആർക്കും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനി മുതൽ ഫസ്കാക്ക റെഡി ടു ബൈ അവകാഡോ. കോസ്റ്റ്ലി സാധനാണെങ്കിലും മോക്ക് കൊടുക്കാം. നല്ല കഞ്ഞിയും കൊടുറേ. കഞ്ഞിയൻ എത്രയും കാലം കുടിച്ച് തിന്നുണ്ട് നല്ല ഉഷാറായിട്ടില്ലേ? ഇത് തിന്നാലും ഹൽക്കൊന്നും ആവൂലായിരിക്കും, പച്ച കളറ്. കുതിക്കും ആക്ഷൻ ഫോഴ്സ് ആയാലും ഗിറ്റാറായാലും അറ്റാക്കിൽ നമ്മൾ കുതിക്കും. ബോലോനോ ബോലോ വായി വിഷു ഗുഡ് ലക്ക്. ഏയ് ഞാന ഞാന യാരാ യാരാ ഏ യാരാ 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 കിലു കിലു പമ്പരം നനത്തിവിട ഇടിവെട്ടി റമിട്ടിനും തിരി കൊടുത്ത എരിയുന്ന സൂര്യന. ദീദിന്റെ കൈൻഡ് ഓഫ് ലവ് ആണ് ഈ കാണുന്നേ. ദീദി യാരനെ സ്നേഹിച്ച് വെറുപ്പിക്കും. അതാണ് ഓള് ഉമ്മ കൊടുത്ത് കഴിഞ്ഞിട്ട് ഓളെ ചുട്ട് കൊടുക്കും. എന്തിനാ നിനക്ക് മനസ്സിലാവണേ? അനക്ക് തുപ്പലാവാൻ പറ്റൂലല്ലേ, പിന്നെ എന്തിനാ ഉമ്മ കൊടുക്കണേ? അപ്പൊ ഞങ്ങള് രണ്ടാളും കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കാണ്. ഡ്രസ്സൊക്കെ മാറ്റിട്ട് നമുക്ക് പോകണ്ടേ? പലക്കുണ്ടോ കല്യാണത്തിന്?
ആ ശരി. എന്നിട്ട് പാടി പമ്പര കറങ്ങി 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 ഞാൻ അതാണ് പമ്പരാണത്. അപ്പൊ ഗൈസ് നമ്മളൊക്കെ മാറ്റിട്ടോ. യാര് മാറ്റി കാണിച്ചെടുക്ക്. യാര് നല്ല അടിപൊളി കഫ്താൻ ഡ്രസ് ഇട്ടാണ്. ഞങ്ങൾ എപ്പോഴും ഇടുമ്പോ എങ്ങനെയാലും മാച്ച് ആവും. ഫസ്കാക്ക എന്താ പക്ഷെ ഞങ്ങൾ മാച്ച് ആക്കണല്ല, മാച്ച് ആവണ. മോളെ കാണാൻ നല്ല രസമുണ്ട്. ഉമ്മനെ കാണാനോ പോരാ, ആവറേജ്. പപ്പനല്ല ലുക്കാട്ടോ, ലുക്കല്ലേ ഇങ്ങനെ SP പപ്പ. എനിക്ക് ഭയങ്കര SP ആവാൻ എന്തേ ഇന്നെ ഭംഗിയുണ്ട് പറഞ്ഞൂടെ? ഭംഗിയില്ല, കള്ളത്തരം ഞാൻ പറയില്ല, ഡാഡി പറയാറില്ല. SP ആവുണ്ടല്ലോ, കള്ളത്തരം ഡാഡി പറയില്ല. ഓ SP ആവാട്, പക്ഷെ ഇന്നെ പൊക്കി പറയൂല അല്ലേ? വലിയ ആളാവല്ലേ, സ്വയം പൊങ്ങിയാ നമ്മള്, വേറെ ആരും പൊങ്ങില്ല. ഓക്കെ, അപ്പൊ ഇന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാണാൻ ഭംഗിയില്ലായിരിക്കും, അല്ല അപ്പൊ എന്താ അറിയാന്. പിന്നെതാ നമ്മള് പോവാണ്. പിന്നെ ഇന്ന് ആരും ഉമ്മച്ചിനെ കാണാൻ പോവാണ് നമ്മള്. കൊറേ ആയി നമ്മള് അങ്ങോട്ട് പോയിട്ട്. ഫസ്കാക്ക് അറിയോ, 1 മാസായിന്. എന്താ ഫസ്കാക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തെ? വേണമെങ്കിൽ ബസ് കയറി പോയിക്കോ, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോവാ, കാർ എടുത്ത് പോവാ ഒക്കെ ചെയ്യാലോ. എന്താ ഫസ്കാക്ക് ഇങ്ങനെ? ഇൻഡിപെൻഡന്റ് വുമൺസ് ആയാല് ഹസ്ബൻഡുമാരെ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ പോയാ പോരെ. ഇതൊക്കെ ഇന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലോ കേട്ടോ ഫസ്കാക്ക. അത് പറയുമ്പോ മാത്രം ഫസ്കാക്കിന്റെ മുഖാണ് ചുളി. പല കാര്യങ്ങളിലും കേട്ടുമ്പോൾ ചുളിയെങ്കിലും ഈ കാര്യം കേൾക്കുമ്പോ എസ്പെഷ്യലി ചുളി. പിന്നെ എന്റെ മമ്മി പിന്നെ എന്നോട് പറയല് നിർത്തി. വേണമെങ്കിൽ വന്നാ മതി, ഇമ്മയും വാപ്പി ഇവിടെ ഉണ്ട് മോളെ. എന്നാലും മാസത്തിലൊരിക്കൽ പോയിക്കൂടെ? നമ്മള് വയനാട് പോവല്ലേ മാസത്തിലൊരിക്കല്. അപ്പൊ സംഭവം ആകല്ലോ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വർക്കിലൊക്കെ ബിസി ആയതുകൊണ്ടാണ് പോവാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പോവേനി. അതേസമയം നമ്മളെ ആര് ബേബി ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, AC കാറ്റും കാറും കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട, കടന്നാണ്ട് ഉറങ്ങും. അതേസമയം നമ്മളെ ഈ ഭാഗത്തിന്റെ പേരെന്താ ഓസ്കാക്ക? ഈ ഏരിയന്റെ പേരെന്താ? എരഞ്ഞിപ്പാലം ഭാഗത്ത് ചെറിയ ബ്ലോക്ക് ഉള്ളൂ. അപ്പൊ എല്ലാരും ചെറുതായിട്ട് നിന്നോളൂ. അത് കണ്ടങ്ങള് കണ്ടമ്മ പുതിയാപ്പിള കൊടുത്ത ഗിഫ്റ്റുകള് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അങ്ങനെ ഇല്ലല്ലോ. തോന്നണേ ചോക്ലേറ്റ്സ്, ചെറിയൊരു സംഭവത്തില്ലേ ഫുള്ള് സെറ്റാണ്. കുറേ കാലത്തിന് ശേഷം പേരക്കുട്ടിനെ കാണാണ്. ഞാനുമാ എന്താ കയ്യിലുള്ളേ? മാമി കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഹലോ ഹലോ ഹലോ. അപ്പൊ മാമിന്റെ ഗിഫ്റ്റ് കിട്ടിയണേ. എന്താണ് പറയാനുള്ളേ അരിമമ്മി? കുട്ടിനെ കണ്ടിട്ട് എന്താ പറയാനുള്ളേ? കുട്ടിനെ കണ്ടിട്ട് എന്താ അരിമമ്മിക്ക് പറയാനുള്ളേ? നല്ല സന്തോഷം, നല്ല ഇഷ്ടായി. അത് ശരി. യാരു ഉമ്മച്ചിയോടെ ഉമ്മച്ചിക്കൊരു അബ്ബ കൊടുത്താളി. യാരു അബ്ബ കൊടുക്ക്. നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ എന്റെ ഫോൺ വെച്ച് ബിസിയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തി. ഉമ്മി എന്നെ ആക്കി തന്ന ഫസികാക്ക എന്നെ ആക്കി തന്നിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഫസികാക്ക അത്യാവശ്യം ഉണ്ടായിട്ട് പോയി. പിന്നെ മമ്മിയും പപ്പി എന്നെ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നു. ഞാൻ താഴെയുണ്ട്. അപ്പൊ ഇന്നത്തെ വിഷയം ഒന്നുമല്ല, കല്യാണം അങ്ങനത്തെ പരിപാടികളൊന്നും അല്ലായിരുന്നു. നമ്മള് എല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇതിന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾ വഴിയെ അറിയും. നമുക്ക് അലമാറൊക്കെ ഒന്ന് വയ്ക്കാം ഗൈസ്. അപ്പം ഇതാണ് കേട്ടോ എന്റെ അലമാറ. ഇത് ഞാൻ എനിക്ക് പോകാനുള്ളതുകൊണ്ട് വലിച്ചു വാരിട്ടാണ്. പൊതുവെ ഞാൻ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ആളാണ്.
ഫസിക്കാക്കൻ്റെ സെക്ഷൻ കണ്ടോ? എന്താ ചെയ്യുക, അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. പിന്നെ യാറിൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്, എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾ എന്തായാലും അറിയാം. അപ്പം ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്യട്ടോ. അല്ലോ അയ്യാ, ഇതൊരു കുഷ്യം പോലെ ഉണ്ട് ഇപ്പൊ എനിക്ക്. ഇതിൽ എനിക്ക് കുറെ ഡ്രസ്സ് കൊള്ളാത്തതുണ്ട്, പിന്നെ കുറെ ഡ്രസ്സ് പഴയതുണ്ട്. എല്ലാം കൂടി കുത്തി നിറച്ച് വെച്ചതാണ്. ഇതുവരെ ഓർഡർ ആക്കി വന്നിട്ടില്ല. പ്രസവത്തിന് ശേഷവും പ്രസവത്തിന് മുന്നുള്ളതും പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡ്രസ്സും കൂടി കമ്പൈൻ ചെയ്ത് കൊളാബ് അടിച്ച് വെച്ച ഡ്രസ്സുകളാണ് ഇതൊക്കെ കാണുന്നത്. അപ്പൊ ഞാൻ ഇതൊന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിന്റെ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയാനുണ്ടല്ലോ, ഡ്രസ്സ് വലിച്ച് വാരുന്ന സുഖം മടക്കി വെക്കുമ്പോ ഉണ്ടാവില്ല. എന്താ ചെയ്യാ, പിന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് കാണാൻ നല്ല രസമാണ്. അതൊരു ഒരാഴ്ചയൊക്കെ നിൽക്കുമായിരിക്കും, പിന്നെയും പഴയ പോലെ ആവും. പിന്നെ വിചാരിക്കും അതുപോലെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഒരു ആവശ്യത്തിന് ഒരു സ്ഥാനം തന്നെ കിട്ടില്ല. അപ്പൊ പിന്നെ ഇതുപോലെ ഫുള്ള് വലിച്ചിടും, പിന്നെ ഫുള്ള് എടുത്തു വെക്കും. ഇങ്ങനെ മെസ്സി ആവരുത് ഗൈസ്. എന്നെ പോലെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കാൻ പഠിക്കുക, എന്നാ പിന്നെ തരേണ്ടി വരില്ല. ഞാൻ എല്ലാവരും അടുക്കും ചിട്ടയിലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എന്റെ ലൈഫ് ഇത്ര ഈസി ആവുന്നത്. ഓക്കെ, അപ്പൊ ഡോണ്ട് ഇമിറ്റേറ്റ് ദിസ് അറ്റ് ഹോം. ഞാൻ തന്നെ വേണമല്ലോ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയും ഗൈസ് ബൈ ബൈ.